എല്ലാവർക്കും ഫുട്പെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റിവ്യൂ ചെയ്യാൻ പോകുന്നത് യമഹ ഈയിടെയായിട്ട് പുറത്തിറക്കിയിട്ടുള്ള MT വേർഷൻ 2 എന്നുള്ള വണ്ടിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഫുള്ളായിട്ടൊന്ന് പരിചയപ്പെടാം. MT ഇതിന് മുന്നേ വന്നിട്ടുള്ളൊരു കുറച്ച് 2019 ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ വണ്ടിയെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. 2019 MT ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് യമഹ. അതിനു മുന്നേ ഇതൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ യമഹ അവതരിപ്പിച്ചിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. അവിടെ നിന്നും ആ ഒരു ഡിസൈൻ കണ്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് MT ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. വന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ലുക്സ്, വണ്ടിയുടെ ഒരു ഫ്രണ്ട് എന്നുള്ള ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു യുവാക്കൾ ആകർഷിക്കുന്ന ഒരു വിധത്തിലായിരുന്നു MTയുടെ ഇന്ത്യയിലേക്കുള്ളൊരു ലോഞ്ച്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് നോക്കാം. ഇത് നമ്മുടെ കയ്യിലുള്ളൊരു ഗ്രേ കളർ വണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയുള്ളൊരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത്. അതിന് മുകളിലൊരു വൈസർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗ്രേ കളറിലൊരു മഡ് കാർഡ് വന്നിട്ടുണ്ട്. ഇതും പഴയ MT വെച്ച് നോക്കുമ്പോൾ എവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാര്യമായിട്ട് ഫ്രണ്ടിൽ വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർക്കിൻ്റെ ഭാഗത്താണ് USD ഫോർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. USD ഫോർക്ക് വരുമ്പോൾ ഒന്നുകൂടി ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സ്റ്റെബിലിറ്റിയിലും നമുക്കത് ഒരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അതുപോലെ പിന്നെ ഫുട്പെക്സിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലുമിനിയം ഫുട്പെക്സ് തന്നെയാണ് വരുന്നത്. അവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. സാധാ ഒരു ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ള യമഹയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അവിടെയും വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററും കാര്യങ്ങളിലേക്കൊക്കെ ജസ്റ്റ് നോക്കാം. മീറ്ററൊക്കെ എനിക്ക് ഈ ഒരു R15 വേർഷൻ 3 MTയിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു മീറ്റർ അസംബ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അസംബ്ലിയാണ്. കാണാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാവരും ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ട് തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ ഇവിടെ ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, ഇവിടെ ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിനി ബ്ലൂടൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്, അതായത് യമഹയുടെ ഒരു കണക്ട് എന്ന ആപ്പ് വെച്ചിട്ട് നമുക്കതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ലൊക്കേറ്റ് ചെയ്യാനും ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ട് ഇതിൽ ചെയ്യാൻ കഴിയും. അതുപോലെ ബാറ്ററി കപ്പാസിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. അതിപ്പോൾ എല്ലാവരും വണ്ടിയിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമ്പനിയും അതിനനുസരിച്ച് അപ്ഡേഷനുകൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് MTയിൽ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ബാക്കി വലിയൊരു മാറ്റങ്ങളൊന്നും ഇതിൽ വരുത്തിയിട്ടില്ല. അതാണ് ഇവിടെ വരുന്നത്. ഈ സ്വിച്ചസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ വണ്ടിയിൽ കണ്ടപ്പോൾ തന്നെയാണ് ഇവിടെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെ ഇഗ്നീഷൻ വരുന്നത്, അതിന് ഇവിടെ ഒരു ഹൈ ബീം ലോ ബീം, അതിനൊപ്പം തന്നെ ഒരു പാസ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഹോൺ വരുന്നുണ്ട്, അതിന് താഴെ ഇൻഡിക്കേറ്റർ. സാധാരണ ഒരു വണ്ടിയിൽ MTയിലേക്ക് വരുമ്പോൾ ഈ പൊസിഷനിൽ അങ്ങോട്ട് കൂടി ഒരു മാറ്റം വരാറുണ്ട്. അതായത് ഇൻഡിക്കേറ്റർ താഴേക്കും ഹോൺ മേലേക്കും വരുന്നൊരു സിസ്റ്റം ഇവിടെ വരാറുണ്ട്. നമുക്ക് പെട്ടെന്നൊരു ഓടിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. മിറേഴ്സും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ പഴയത് തന്നെയാണ്. FZലും ഒക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് മിറർ തന്നെയാണ് ഇവിടെ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഒക്കെ തരുന്ന ഒരു മിററും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇനി വണ്ടിയുടെ നമുക്ക് ഒരു സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം നോക്കാം. എനിക്ക് ഈ ഒരു വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്ലാൻഡ് ഫോട്ടോ ഒന്നുമില്ല, എന്നാലും ഏകദേശം കൺട്രോൾ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഹൈറ്റ് തന്നെയാണ്. ഏകദേശം 2 കാലിൻ്റെ ഒരു ഹാഫ് ഭാഗം 2 സൈഡിലും പതിയുന്നുണ്ട്. ഏകദേശം ഒരു 163 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ആളാണ് എനിക്ക്. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 810 mm ആണ്. അപ്പോൾ സീറ്റ് ഹൈറ്റിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഷുവറായിട്ടും ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. കാരണം അത്ര ഒരു ചെറിയ വണ്ടിയൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലുപ്പമൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ ഈ വണ്ടി ഒരു സ്ഥലത്തൊക്കെ സ്റ്റക്കാകുമ്പോൾ നമുക്ക് പിന്നോട്ടൊക്കെ വലിക്കാനുള്ളൊരു കഴിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വണ്ടിയിലേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി വെയിറ്റിൻ്റെ കാര്യത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 140 കിലോയാണ് വണ്ടിക്ക് ഒരു വെയിറ്റ് വരുന്നുണ്ട്. അതൊരു അത്രത്തോളം വലിയൊരു വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു വെയിറ്റ് തന്നെയുള്ളൂ. ഇനി നമ്മുടെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ 50-55 കിട്ടും മൈലേജ് നമുക്ക് റോട്ടിൽ കിട്ടുന്നതാണ്. കാരണം ഇതിന് മുന്നത്തെ MTയിലും ആ ഒരു മൈലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10 ലിറ്റർ എന്നുള്ള ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു 500 കിലോമീറ്ററൊക്കെ ഏകദേശം നമുക്ക് ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ ഓടാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 155 cc ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ ഹോഴ്സ് പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18.4 PS ആണ് ഇതിൻ്റെ ഹോഴ്സ് പവർ വരുന്നത്. 10,000 RPMലാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും വരിക. ഇനി ഇതിൻ്റെ ടോർക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14.1 Nm ടോർക്കാണ് വരുന്നത്. അത് 7500 RPMലാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നമുക്കറിയാം പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും മൈലേജിൻ്റെ ഭാഗത്താണെങ്കിലും MTയുടെ എഞ്ചിൻ അത്യാവശ്യം നന്നായിട്ടുള്ളൊരു റെസ്പോണ്ട് കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു എൻജിൻ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിലെ ആ ഒരു സസ്പെൻഷൻ്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ മോണോക്രോസ് സസ്പെൻഷൻ കൂടിയിട്ടാണ് വരുന്നത്. മുമ്പത്തെ വണ്ടിയിലും അത് തന്നെയാണ് വരുന്നത്. USD ഫോർക്ക് ആഡ് ആയിട്ടുണ്ടെന്നല്ലാണ്ട് അവിടെ ഒരു മാറ്റങ്ങളൊന്നും വരുന്നില്ല.
നമുക്ക് മൊത്തം 4 കളറിലാണ് ഇപ്പോൾ MT അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ആണ്, പിന്നെ ഒന്ന് വൈറ്റ് കളർ വരും, ബ്ലൂ കളർ വരും, പിന്നെ ഒന്ന് നമ്മുടെ കയ്യിലുള്ള ഈ കളറാണ് വരുന്നത്. ഇതിൽ ബ്ലാക്കാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഏകദേശം ഓൺ റോഡ് വരുന്നത് 1,99,000 രൂപയോളാണ് അതിൻ്റെ ഓൺ റോഡ് വരുന്നത്. ഈ ഒരു എഡീഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു കളറിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 2,01,000 രൂപയോളൊക്കെയാണ് അതിൻ്റെ ഒരു ഓൺ റോഡ് വരുന്നത്. നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അതിനു മുന്നേ തന്നെ നമുക്കിതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയാം. ഒരു ഫോർവേഡർ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. അതായത് നമ്മൾ കുറച്ച് മുന്നിലേക്ക് അന്ന് തള്ളിയിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. കാരണം ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ഇത്രയൊരു ഭാഗം മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. നമ്മൾ കുറച്ച് ഒരു സ്പോർട്ടി ആയിട്ട് അന്ന് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നുകൂടി എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഹാൻഡിലിങ്ങും ഈ വണ്ടിയുടെ ഒരു സീറ്റിംഗ് ഒക്കെ അത്യാവശ്യം നമുക്ക് ലോങ് റൈഡിലേക്കൊക്കെ പോകാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ബാക്കിയുള്ള പറയാം. ഞാനിതിന് മുന്നേ വേർഷൻ 1 MT ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് വലിയൊരു മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പവറിലൊന്നും അത്ര വലിയൊരു ചേഞ്ചൊന്നും വണ്ടി വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ക്ലച്ചിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ടാണ്. ഭയങ്കര സ്മൂത്തറായിട്ടുള്ളൊരു ക്ലച്ചാണ് ഈ വണ്ടിക്കുള്ളത്. നമുക്കറിയ പോലും ഇല്ല ഒരു ക്ലച്ച് നമ്മൾ പിടിക്കുന്നുണ്ട് എന്നുള്ളത്. അത്രയ്ക്കും സ്മൂത്തായിട്ടാണ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹൈവേസിലൊക്കെ അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓടിക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു കംഫർട്ട് തരുന്ന ഒരു വണ്ടിയാണ്. എനിക്ക് ഒന്നുകൂടി ഒരു സിംഗിളായിട്ടുള്ള ഒരാൾക്ക് ഓടിക്കാനാണ് ഒന്നുകൂടിയും ഫീൽ ഗുഡായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കിൽ ഇരുന്നിരിക്കുന്ന ഒരാൾക്ക് അത്രത്തോളം കംഫർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചെറിയൊരു സീറ്റാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് ഓടിക്കുന്ന ഒരാൾക്ക് എന്തായാലും നല്ലൊരു കംഫർട്ട് ലെവലിൽ ഓടിക്കാൻ കഴിയാവുന്ന ഒരു വണ്ടി തന്നെയാണ് MT-15. അപ്പോൾ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒന്നുകൂടി എടുത്തു പറയാം. ഒന്ന് ഫ്രണ്ടിൽ വന്നിട്ടുള്ള UST ഫോർക്കാണ്, ഒന്ന് പിന്നിൽ വന്നിട്ടുള്ള ആ ഒരു അലുമിനിയം സ്വിംഗാമാണ്. പിന്നെ ഈ ഒരു ടോർക്കിലും HP-ലും ഒരു പോയിൻറ്റ് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ വണ്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും വണ്ടിയെ ഓടിക്കുമ്പോൾ ആ ഒരു പവറിലോ കാര്യത്തിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഈ ഒരു UST ഫോർക്കും ഒരു അലുമിനിയം സ്വിംഗാകുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസും ഒരു ഒന്നുകൂടി ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് തോന്നുന്നു ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ അത്തരം മാറ്റങ്ങളാണ് വണ്ടിയിൽ എടുത്തു പറയാവുന്നതായിട്ടുള്ളൂ. അങ്ങനെ ഇത്തരം ഒരു ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് MT വേർഷൻ 2.0 എന്ന അല്ലെങ്കിൽ വേർഷൻ 2 എന്നുള്ള ഈ വണ്ടി വന്നിട്ടുള്ളത്. അതായത് എൻജിൻ്റെ ഭാഗത്തോ അതുപോലെ തന്നെ മറ്റൊരു വലിയ പവറിലൊന്നും വലിയൊരു ചേഞ്ചൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു അലുമിനിയം സ്വിംഗാമാണെങ്കിലും UST ഫോർക്കൊക്കെയാണ് എക്സ്ട്രാ ഒരു ആഡിങ് ആയിട്ട് ഈ വണ്ടിയിൽ വരുത്തിയിട്ടുള്ളത്. ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു വേർഷൻ 2 എന്നൊന്നും വിളിക്കാവുന്ന രീതിയിലേക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ മാത്രമായിട്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഒരു വേർഷൻ 2 എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ടോട്ടലി ഒരു ചേഞ്ച് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും MT വേർഷൻ 2.0 അല്ലെങ്കിൽ വേർഷൻ 2 വന്നിട്ടില്ല. നമുക്ക് വേണ്ടി ഈ വീഡിയോ എടുക്കാൻ ഈ വണ്ടി തന്നിട്ടുള്ളത് വളാഞ്ചേരി യമഹയുടെ ഷോറൂമായ SN മോട്ടോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡിനൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഫിനാൻസിൻ്റെ കാര്യങ്ങളോ അത് വണ്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളോ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ MT വേർഷൻ 2ൻ്റെ റിവ്യൂ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഒരു ബിഗ് ബൈ.